ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയ കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂളിലെ അധ്യയനം കളക്ടറേറ്റിൽ ആരംഭിച്ചു. താൽക്കാലികമായി ഒരുക്കിയ 7 ക്ലാസ് മുറികളിലാണ് 57 വിദ്യാർത്ഥികൾ പഠനത്തിനെത്തിയത്. ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ആളും ആരവങ്ങളുമില്ലെങ്കിലും കളക്ടറേറ്റിലെ ക്ലാസ് മുറികളിലേക്ക് കൃത്യസമയത്ത് തന്നെ വിദ്യാർത്ഥികളെത്തി. കളക്ടറേറ്റിന് പിറകിലെ എഞ്ചിനീയേഴ്സ് ഹാളിൽ 7 താൽക്കാലിക ക്ലാസ് മുറികളാണ് സജ്ജീകരിച്ചത്. കസേരയും ബോർഡും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം ഒരുക്കി. വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണവും നൽകും. 1 മുതൽ 7 വരെ ക്ലാസുകളിലായി 57 വിദ്യാർത്ഥികളാണ് ക്ലാസ്സിനെത്തിയത്. കളക്ടറേറ്റിലെ ക്ലാസ് മുറികൾ കണ്ട അമ്പരപ്പിലായിരുന്നു വിദ്യാർത്ഥികൾ. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നല്ല രസമുണ്ട്. ഇവിടെ നിൽക്കാനും ഇഷ്ടം. മലാപ്പറമ്പിലേക്ക് തന്നെ തിരിച്ചു പോകാനാണോ ആഗ്രഹിക്കുന്നത്? എവിടെയാ ഇഷ്ടം? ഇവിടെയാണോ മലാപ്പറമ്പാണോ ഇഷ്ടം? ഇവിടെ. താൽക്കാലികമെങ്കിലും അധ്യയനത്തിനൊരുക്കിയ സൗകര്യങ്ങളിൽ അധ്യാപകർക്കും സംതൃപ്തി. നമ്മൾ പൂട്ടിയ സ്ഥലത്തിൽ ഇങ്ങനെ ഒരു സജ്ജീകരണത്തിലേക്ക് ഒരു സ്കൂളുകാരും വന്നിട്ടില്ല. നമുക്ക് MLA-യും കളക്ടറും ഒക്കെ നമുക്ക് അതിന് സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അധ്യയനത്തിനായി ഒരുക്കിയ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടർ N. പ്രശാന്ത് വിലയിരുത്തി. ശാശ്വതമായ പരിഹാരം വരുന്നവരെ ഇവരിവിടെ ക്ലാസ്സിന് ഒരു ഫോട്ടോ തട്ടാതെ നടക്കും. ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സർക്കാർ സ്കൂൾ ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തിയായാൽ 2 ആഴ്ചക്കകം തന്നെ മലാപ്പറമ്പിലേക്ക് ക്ലാസുകൾ മാറാനാകുമെന്നാണ് സ്കൂൾ സംരക്ഷണ സമിതി കരുതുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.